Hello kiddies, this is Anil once again. Welcome back to the online class. Hello everyone. On the last two classes, we dealt the lesson, the best investment I ever made. And we know that the lesson written by A.J. Cronin. And in this story, A.J. Cronin or the narrator was traveling through a ship, and he was traveling to London. And on that journey, he met a person, Mr. and Mrs. John, and they conversated each other. At that time, Mr. Doctor or our narrator, he just realized that those people are actually from suburb of these London, and they were doing some charitable works for the slum area kids or maladjusted and delinquent kids. Today we are moving through the additional paragraphs from the lesson, and we have to understand the real meanings of coming paragraphs from the chapter. So without wasting any moment, we can move into the lesson. Let's roll on. As he spoke with real feeling, I got a vivid picture of the work these two people were doing. സോ വളരെ വികാരത്തോടു കൂടി താൻ ചെയ്യുന്ന ആ ജോലിയെക്കുറിച്ച് അയാൾ മിസ്റ്റർ ജോൺ എസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു അവർ ചെയ്യുന്ന ജോലി എന്താണെന്നുള്ളത് വ്യക്തമായി, വിവിഡ് പിക്ചർ, വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് എനിക്കത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. I learned how they took derelict adolescents from the juvenile courts and placing them in a healthy environment, healed them in mind and body and sent them back into the world. Derelict എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഡെറിലിക്റ്റ് എന്ന് പറഞ്ഞാൽ അബാൻഡൻഡ്, ഉപേക്ഷിക്കപ്പെട്ട, സമൂഹത്തിൽ വേണ്ട എന്ന് കരുതി ഉപേക്ഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ സമൂഹമായിട്ട് ഒട്ടും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത ആൾക്കാർ. അപ്പോൾ ഇവർ പറഞ്ഞതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. എങ്ങനെയാണ് ഈ സമൂഹത്തിന് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കപ്പെട്ട കുറേ കുട്ടികളെ ജുവനൈൽ കോർട്ടിൽ നിന്ന്, അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആ കോടതിയിൽ അല്ലെങ്കിൽ ആ ഒരു ജയിലിൽ നിന്ന് അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ കണ്ടെത്തി പ്ലേസിങ് ദം ഇൻ എ ഹെൽത്തി എൻവയോൺമെൻറ്റ്, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടുന്ന ആ ഒരു ചുറ്റുപാടിലേക്ക് അവരെ കൊണ്ടുവരുന്ന അവരുടെ ആ ഒരു ജോലി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. Healed them in mind and body and sent them back into the world. അവരുടെ മനസ്സിനേറ്റ, ശരീരത്തിനേറ്റ മുറിവുകളെയൊക്കെ ഹീൽ ചെയ്യുന്നു, ക്യൂർ ചെയ്തുകൊണ്ട്, അസുഖം ഭേദമാക്കിക്കൊണ്ട് അവരെ ഈ സമൂഹത്തിന് ഉതകുന്ന ആൾക്കാരാക്കി ഈ സമൂഹത്തിലേക്ക് തിരിച്ചു വിടുന്ന അവരുടെ ആ ഒരു വലിയ ചാരിറ്റബിൾ വർക്ക് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. They were given training in a useful handicraft which made them fit to take their place as worthy members of the community. അവർ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന കുട്ടികൾ അവർക്ക് പ്രത്യേകിച്ച് കൈത്തൊഴിലുകൾ, അവർക്ക് എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള ജോലി കണ്ടെത്താനുള്ള ഹാൻഡിക്രാഫ്റ്റ് വർക്കുകളൊക്കെ പഠിപ്പിച്ചിട്ടായിരുന്നു അവർ പറഞ്ഞു വിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ജോലി കണ്ടെത്താനുള്ള ഒരു പഠനം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ കുട്ടികൾ തിരിച്ച് സമൂഹത്തിലേക്ക് പോകുമ്പോൾ ആ സമൂഹത്തിൽ അവരുടേതായിട്ടുള്ളൊരു സ്ഥാനം കണ്ടെത്തുവാനും അവരുടേതായ ഒരു ജോലി കണ്ടെത്തി അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുമുള്ള ഒരവസരമായിട്ടായിരുന്നു അതുണ്ടായിരുന്നത്. ഇറ്റ് വാസ് എ വർക്ക് ഓഫ് റിഡംഷൻ. റിഡംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോക്ഷം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സോ ഇറ്റ് വാസ് എ വർക്ക് ഓഫ് റിഡംഷൻ ദാറ്റ് സ്റ്റീഡ് ദ ഹാർട്ട്. എന്നിട്ട് പറയാണ്, എൻ്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയ, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തെ തന്നെ ഒന്നിങ്ങനെ പിടിച്ചു കുലുക്കിയ ഒരു റിഡംഷൻ, മോക്ഷ പ്രവർത്തനമാണ് അവർ നടത്തുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. ആൻഡ് ഐ ആസ്ക്ഡ് വാട്ട് ഹാഡ് ഡിറക്റ്റഡ് ഹിസ് ലൈഫ് ഇൻ ടു ദിസ് ചാനൽ. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മളുടെ നരേറ്റർ അയാളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ചാരിറ്റബിൾ വർക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റിക്ക് വേണ്ടി ഇങ്ങനെ ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്യാനുള്ള കാരണം എന്താണ് അതിൻ്റെ ഒരു റീസൺ എന്നുള്ളത് നമ്മളുടെ നരേറ്റർ അയാളോട് ചോദിച്ചു. സോ ഇൻ ദിസ് പാരഗ്രാഫ് ആക്ച്വലി ദ റൈറ്റർ വാസ് എക്സ്പ്ലെയിനിങ് ദാറ്റ് how he learned about the actions of Mr. and Mrs. Jones and what were the things they are doing for the society. Actually, he learned from the feelings or the talk or the conversation between them.
and he realized that actually Mr. John was doing an extraordinary work to make the society comfortable, and he realized that those people actually acting for the welfare of the youth. And finally our narrator asked a question to our Mr. John. He asked that why you selected this way, or why you want to help the poor people, and why you want to help the young generation to molding their life. So definitely our Mr. John will have an answer. Maybe some kind of a past incidents or some kind of other things will, or that led him to do these things. So we can check it out on the next paragraph. The question had a strange effect upon him. ഞാൻ ചോദിച്ച ചോദ്യം അയാളിലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മാറ്റമാണ് ഉണ്ടാക്കിയത്. ഹി ടുക്ക് എ ഷാർപ്പ് ബ്രെത്ത് ആൻഡ് എക്സ്ക്ലെയിംഡ്. ഒരു ദീർഘനിശ്വാസമൊക്കെ എടുത്തിട്ട് അയാൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു. യു സ്റ്റിൽ ഡു നോട്ട് റിമെമ്പർ മീ? നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ ഓർമ്മയില്ലേ എന്ന് എന്നോട് ചോദിച്ചു. നമ്മളുടെ നരേറ്ററിനോട് മിസ്റ്റർ ജോൺ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. ഐ ഷുക്ക് മൈ ഹെഡ്. അറിയില്ല എന്ന് നരേറ്റർ തല കുലുക്കി. To the best of my belief, I had never in my life seen him before. എന്നിട്ട് നരേറ്റർ പറയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടതായിട്ട് എനിക്ക് ഒരു ഓർമ്മയുമില്ല. ഇതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തെ കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മയുമില്ല എന്ന് നരേറ്റർ അവിടെ പറയുകയാണ്. So the question of the narrator made him a strange changes on Mr. John. He asked a question to our narrator. You couldn't remember me still. So that was the time, like narrator was saying that was the first time he was seeing that person. He don't know that person, he never met that person before. So that was the first time he was meeting that person in his life. He couldn't remember where he met those person. So this is the thing happened in the 8th paragraph. I have wanted to get in touch with you for many years. എനിക്ക് നിങ്ങളുമായിട്ട് ഒരു ബന്ധം നിലനിർത്തണമെന്ന് കുറേ വർഷമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഹി വെൻറ്റ് ഓൺ അണ്ടർ ഇൻക്രീസിങ് സ്ട്രെസ്. വളരെ ടെൻഷനോടുകൂടി അല്ലെങ്കിൽ വളരെ മാനസികമായിട്ട് ആ ഒരു സ്ട്രെസ്സോട് കൂടിയിട്ട് ആ മിസ്റ്റർ എസ് തൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു. ബട്ട് ഐ വാസ് നെവർ ഏബിൾ ടു ബ്രിങ് മൈ സെൽഫ് ടു ഡു സോ. പക്ഷേ എനിക്കൊരിക്കലും നിങ്ങളുമായിട്ട് ആ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ എനിക്കതിന് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല എന്ന് അയാൾ പറഞ്ഞു. Then bending near and he spoke a few words tensely in my ear. എന്നിട്ട് അതിനുശേഷം ഒന്ന് കുനിഞ്ഞ് എൻ്റെ ചെവിയിൽ വളരെ ടെൻഷനോടുകൂടി മിസ്റ്റർ ജോൺ കുറച്ച് വാക്കുകൾ എൻ്റെ ചെവിയിൽ പറഞ്ഞു. At that slowly the veils parted. ആ വാക്കുകൾ എൻ്റെ മറവിയുടെ ആ ഒരു തിരശീലയെ മാറ്റി. വെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കവർ, തിരശീല, മറവിയുടെ തിരശീല. പാർട്ടഡ് എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുക. അപ്പോൾ എൻ്റെ മറവിയുടെ മുകളിൽ വന്നിരുന്ന ആ ഒരു തിരശീല അവിടെ മാറി. മൈ തോട്ട്സ് സ്പെഡ് ബാക്ക് എ ക്വാർട്ടർ ഓഫ് എ സെഞ്ചുറി. സ്പെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ പാസ്റ്റാണ് സ്പെഡ് എന്ന് പറയുന്നത്. സോ മൈ തോട്ട്സ്, എൻ്റെ ചിന്തകൾ എങ്ങോട്ട് പോയി? ടു സ്പെഡ് ബാക്ക് എ ക്വാർട്ടർ ഓഫ് എ സെഞ്ചുറി. ഒരു 1/4 നൂറ്റാണ്ട് പുറകിലേക്ക് കുതിച്ചു പാഞ്ഞു. ആൻഡ് വിത്ത് എ സ്റ്റാർട്ട്. ഇവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഷോക്ക് എന്നുള്ളൊരു മീനിങ്ങിലാണ്. സോ ഒരു ഷോക്കോട് കൂടിയിട്ട് ഐ റിമെമ്പേർഡ് ദ സോൾ ഒക്കേഷൻ. ഞാൻ ആ സമയത്ത് ഓർത്തെടുക്കുകയാണ് ചെയ്തത്. എന്താണ് ഓർത്തെടുത്തത്? ദ സോൾ ഒക്കേഷൻ. സോൾ എന്ന് പറഞ്ഞാൽ ഓൺലി വൺ. അപ്പോൾ ഏകാന്തമായിട്ടുള്ള ആ ഒരു നിമിഷം, അല്ലെങ്കിൽ ആ ഒരു ഒറ്റ നിമിഷം, വെൻ ഐ ഹാഡ് സീൻ ദിസ് മാൻ ബിഫോർ. ആ ഒരു നിമിഷം, ഇയാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കണ്ടുമുട്ടിയ ആ ഒരു നിമിഷം ഏതാണെന്നുള്ളത് ഞാൻ ആ ഒരു 1/4 നൂറ്റാണ്ട് പുറകിലേക്ക് എൻ്റെ ചിന്തകളെ ഓടിച്ചു വിട്ടുകൊണ്ട് ഞാനതിങ്ങനെ ഓർത്തെടുത്തു എന്നാണ് പറയുന്നത്. സോ ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞത് ആ ഒരു ചോദ്യം, അതായത് നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിന് ശേഷം അയാൾ താങ്കളുമായിട്ടൊരു എന്താ പറയുക, ഒരു റിലേഷൻ അല്ലെങ്കിൽ താങ്കളുമായിട്ടുള്ള കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അതിനെനിക്ക് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ ശേഷം ചെവിയിൽ എന്തോ ഒരു രഹസ്യം പറഞ്ഞു. ആ രഹസ്യം അല്ലെങ്കിൽ ആ വാക്കുകളാണ് സത്യത്തിൽ ഡോക്ടറെ 25 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവത്തിലേക്ക്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ വ്യക്തിയെ അദ്ദേഹം കണ്ട ആ ഒരു നിമിഷത്തിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണ് 9ാമത്തെ പാരഗ്രാഫിൽ നമ്മളോട് പറഞ്ഞു തരുന്നത്.
Mr. John continued his conversation and he said that he wanted to create a contact with our narrator, but he failed to do that. Some kind of a circumstances made him to fail that attempt. And then he bent and he just said some words in the ears of our narrator. That words led our narrator to go back to his memories, and he just started to recollect the incidents in the 25 years back, and how he met those person, where he met that person. So he started to think and he started to recall those things from his memory. I was a young doctor at that time. 25 വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ 4 നൂറ്റാണ്ടുകൾക്ക് മുൻപ് നരേറ്റർ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഡോക്ടറായിരുന്നു. And had just set up a practice in a working class district of London. ലണ്ടനിലെ ഒരു വർക്കിംഗ് ക്ലാസ് ഡിസ്ട്രിക്റ്റിൽ അദ്ദേഹം ഒരു ക്ലിനിക്കൊക്കെ ഇട്ടുകൊണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടീസ് തുടങ്ങിയ സമയമായിരുന്നു. ഓൺ എ ഫോഗി നവംബർ നൈറ്റ്, മഞ്ഞു വീഴുന്ന ഒരു നവംബർ രാത്രിയിൽ, ടുവേർഡ്സ് 1 o'clock, ഏകദേശം 1 മണിയായിട്ടുണ്ടാവും, ഐ വാസ് awakened by a loud banging on the door. ഞാൻ പെട്ടെന്ന് തന്നെ ഞെട്ടി എഴുന്നേറ്റു. അന്ന് ആ ഒരു ഡോറിൻ്റെ പുറത്ത് വീണ, അല്ലെങ്കിൽ ആ ഡോറിൻ്റെ പുറത്ത് ആരോ ശക്തിയായി അടിക്കുന്ന ഒച്ച കേട്ടുകൊണ്ട് ഞാൻ ആ രാത്രിയിൽ എഴുന്നേറ്റു. ഹറീഡ്ലി, വളരെ പെട്ടെന്ന് തന്നെ, ഐ ത്രൂ ഓൺ സം ക്ലോത്ത്സ് ആൻഡ് വെൻറ്റ് ഡൗൺ സ്റ്റെയർ. ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, താഴെ ഡൗൺ സ്റ്റെയറിലേക്ക് പോയി, താഴേക്ക് ഇറങ്ങി. ഇറ്റ് വാസ് എ സർജൻറ്റ് ഓഫ് പോലീസ്. എന്താ പറയുക, ഒരു പോലീസുകാരനായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഇൻ എ ഡ്രിപ്പിംഗ് ഹെൽമെറ്റ് ആൻഡ് കേപ്പ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെൽമെറ്റിൽ നിന്നും, അതുപോലെ തന്നെ കേപ്പ് എന്ന് പറഞ്ഞാൽ നീളൻ കോട്ടാണ്, അദ്ദേഹം ഇട്ടിരുന്ന ആ നീളൻ കോട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഹെൽമെറ്റിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ടായിരുന്നു. മിസ്റ്റ്ലി ഔട്ട്ലൈൻഡ് ഓൺ ദ ഡോർ സ്റ്റെപ്പ്. അദ്ദേഹത്തിന് വ്യക്തമായിട്ട് എനിക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല, ഒരു മഞ്ഞിൽ ഒരാൾ നിൽക്കുന്നത് പോലെ. മിസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ അവ്യക്തമായിട്ട്. അപ്പോൾ ഒരു അവ്യക്തമായിട്ടുള്ള കാഴ്ചയായിരുന്നു അദ്ദേഹം ആ ഒരു ഡോർ സ്റ്റെപ്പിൽ നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞത്. എ സൂയിസൈഡ് കേസ്, ഹി ടോൾഡ് മീ അബ്രപ്റ്റ്ലി. അപ്പോൾ ഒറ്റ ശ്വാസത്തിൽ അയാൾ ഒരു കാര്യം പറഞ്ഞു, ഒരു ആത്മഹത്യാശ്രമം നടന്നിട്ടുണ്ട്. ഇൻ ദ ലോഡ്ജിങ്സ് അറൗണ്ട് ദ കോർണർ, ഈ ഒരു ചുറ്റുവട്ടത്ത് തന്നെ ഒരു ലോഡ്ജിൽ ഒരു ആത്മഹത്യാശ്രമം നടന്നിട്ടുണ്ട്. ഐ ഹാഡ് ബെറ്റർ കം അറ്റ് വൺസ്. ഞാൻ ഒന്ന് അവിടം വരെ പോയാൽ നന്നായിരിക്കുമെന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു. So in the 10th paragraph, he was recalling his memories, what happened on the 25 years back. He was a young doctor and he just set up a practicing section on the working class district in London, and he was living there. And one day on a foggy day, at the night, one of the surgeon came and asked him to go with him, because one of the cases, like a suicide attempt, was taken on that lodgings of that corner. സോ അങ്ങനെ അടുത്തൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടന്നു എന്ന് പറഞ്ഞ് പോലീസുകാരൻ വന്ന് വിളിച്ചപ്പം പോകാതിരിക്കാൻ ഒരിക്കലും ആ ഡോക്ടർക്ക് കഴിയില്ല. അപ്പോൾ ഡോക്ടർ അയാളുടെ കൂടെ പോയേ മതിയാവുള്ളൂ. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അയാൾ തുടങ്ങി. സോ ഈ 10ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് 25 വർഷങ്ങൾക്ക് മുൻപേ നമ്മളുടെ നരേറ്റർ ഒരു വളരെ ചെറുപ്പക്കാരനായിട്ടുണ്ടായിരുന്ന ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹം ലണ്ടനിലെ ഒരു ഡിസ്ട്രിക്റ്റിൽ, അതായത് വർക്കിംഗ് ക്ലാസിൻ്റെ ഡിസ്ട്രിക്റ്റിലാണ്, ഒരു ജില്ലയിലായിരുന്നു അദ്ദേഹം തൻ്റെ ക്ലിനിക്കൊക്കെ സെറ്റപ്പ് ചെയ്ത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മഞ്ഞു വീഴുന്ന ഒരു നവംബർ രാത്രിയിൽ നല്ല ഉറക്കത്തിലായിരുന്നു അദ്ദേഹം. അപ്പോൾ ഏകദേശം 1 മണിയൊക്കെ ആയപ്പം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിൽ ആരോ ശക്തിയായിട്ട് തട്ടുന്ന ഒച്ച കേട്ടിട്ട് അദ്ദേഹം എഴുന്നേറ്റു. പെട്ടെന്ന് തന്നെ ആ ഒരു നൈറ്റ് ഡ്രസ്സൊക്കെ വാരി ഇട്ട് അദ്ദേഹം താഴേക്ക് ചെന്നു. താഴെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വന്നിരുന്നത് ഒരു പോലീസുകാരനായിരുന്നു. ആ പോലീസുകാരൻ വന്നത് എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു. പക്ഷേ പോലീസുകാരൻ്റെ ആ ഒരു ശരീരത്തിൽ അദ്ദേഹം ഇട്ടിരുന്ന ഹെൽമെറ്റിലും അദ്ദേഹം ഇട്ടിരുന്ന ഡ്രസ്സിലും ഒക്കെ ഇങ്ങനെ വെള്ളം ഉറ്റിട്ട് വീഴുന്ന കാഴ്ച അദ്ദേഹം കണ്ടു. പക്ഷേ വളരെ വ്യക്തമായിട്ട് ആ പോലീസുകാരനെ കാണാൻ വേണ്ടി പറ്റിയില്ല, കാരണം നല്ല ഒരു അവ്യക്തമായിട്ടുള്ള കാഴ്ചയായിരുന്നു അത്. അങ്ങനെ പോലീസുകാരൻ വന്ന പാടെ തന്നെ, അവിടെ കണ്ട പാടെ തന്നെ പോലീസുകാരൻ പറഞ്ഞ കാര്യം ഇതാണ്: ആ ചുറ്റുവട്ടത്തിൽ, അവർ താമസിക്കുന്ന ആ ഒരു ചുറ്റുവട്ടം ഭാഗത്തായിട്ട് ഒരാൾ ആത്മഹത്യാശ്രമം നടത്തിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഡോക്ടർ എന്ന നിലയിൽ നമ്മളുടെ ഡോക്ടർ എന്ത് ചെയ്യണം, അവിടം വരെ, ആ ആത്മഹത്യാശ്രമം നടന്ന ആ സ്ഥലം വരെ പോകണം. കാരണം മരിച്ചിട്ടുണ്ടെങ്കിൽ ഇൻക്വസ്റ്റ് നടത്തണം, ഇനി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അയാളെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടായിരുന്നു പോലീസുകാരൻ അവിടേക്ക് വന്നത്. We walked the short distance in silence. Even our footsteps
muffled by the fog. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, പോലീസ് കോൺസ്റ്റബിളും അതുപോലെ തന്നെ ഞാനും ഡോക്ടറായിരിക്കുന്ന വ്യക്തി നരേറ്ററും ഒന്നും സംസാരിക്കാതെ നിശബ്ദമായി തന്നെയാണ് നടന്നത്. ഈവൻ ഫുഡ് സ്റ്റെപ്സ്, ഞങ്ങളുടെ കാലൊച്ചകൾ പോലും കേൾക്കാനുണ്ടായിരുന്നില്ല. മഫിൾഡ്, നിശബ്ദമായിരുന്നു. ബൈ ദ ഫോഗ്, അവിടെ മഞ്ഞ് വീഴുന്നത് കൊണ്ട് തന്നെ ആ മഞ്ഞിൽ കാലിങ്ങനെ വെക്കുമ്പോൾ പോലും അവിടെ സൗണ്ട് ഉണ്ടായിരുന്നില്ല. ആൻഡ് ടേൺഡ് ഇൻ ടു ദ നാരോ എൻട്രൻസ് ഓഫ് ആൻ ഓൾഡ് ബിൽഡിംഗ്. വളരെ പഴകിയ ഒരു ആ ബിൽഡിങ്ങിലേക്ക് കയറാനുള്ള ഒരു എൻട്രൻസ്, അതിൻ്റെ മുൻവാതിലിലേക്ക് ഞങ്ങൾ എത്തി. വളരെ നാരോ, ഇടുങ്ങിയ ഒരു മുൻവാതിലിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. ആസ് വി മൗണ്ടഡ് ദ ക്രീക്കിംഗ് സ്റ്റെയർകേസ്, അതിനുശേഷം ഞങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കുന്ന ആ കോണിപ്പടി ഒന്ന് കയറി മുകളിലേക്ക് എത്തി. മൈ നോസ്ട്രിൽസ്, എൻ്റെ മൂക്കുകൾ വെർ സ്റ്റങ് ബൈ ദ സിക്ക് സ്വീറ്റ് ഓർഡർ ഓഫ് ഇലുമിനേറ്റിംഗ് ഗ്യാസ്. അപ്പോൾ ആ കോണിപ്പടി കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ ഡോക്ടറുടെ മൂക്കിൽ ആ ഒരു പാചകം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഗ്യാസിൻ്റെ രൂക്ഷമായിട്ടുള്ള ഗന്ധമടിക്കാൻ വേണ്ടി, സ്റ്റങ് എന്ന് പറഞ്ഞാൽ തുളച്ചു കയറുക എന്നുള്ളതാണ്, സിക്ക് സ്വീറ്റ് എന്ന് പറഞ്ഞാൽ മനം മടിപ്പിക്കുന്നത് എന്നുള്ള അർത്ഥമാണ്, ഓർഡർ എന്ന് പറഞ്ഞാൽ സ്മെല്ലാണ്. സോ മനം മടിപ്പിക്കുന്ന ആ ഒരു പാചക ഗ്യാസിൻ്റെ മണം നമ്മളുടെ ഡോക്ടറിൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. ഓൺ ദ അപ്പർ സ്റ്റോറി, മുകളിലത്തെ നിലയിൽ, ദ അജിറ്റേറ്റഡ് ലാൻഡ് ലേഡി, അജിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിച്ചിട്ടുള്ള, അജിറ്റേറ്റഡ് ലാൻഡ് ലേഡി, ആ വീടിൻ്റെ ഉടമസ്ഥയായിട്ടുള്ള ആൾ വളരെ ദേഷ്യം പിടിച്ചിട്ടാണ്. ഷോഡ് ആസ് ദ ബെയർ ലിറ്റിൽ ആറ്റിക്, ആ വളരെ ദേഷ്യം പിടിച്ചിരിക്കുന്ന സ്ത്രീ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് ആ ഒരു ആറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ടുംപുറമെന്നും അച്ച് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സാധാരണ ഭാഷയിൽ പറയുമ്പോൾ, അതൊക്കെയാണ് തട്ടുംപുറം എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു റൂം കാണിച്ചു തന്നു. ആൻഡ് വെയർ സ്ട്രെച്ച്ഡ് ഓൺ എ നാരോ ബെഡ്, അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് മറ്റു ഫർണിച്ചറുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ ഒരു ഇടുങ്ങിയ മുറിയിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ചെറിയ നാരോ ബെഡ്, അത്ര വീതിയില്ലാത്ത ഒരു ബെഡ് അവിടെ ഉണ്ടായിരുന്നു. ലേ ദ ബോഡി ഓഫ് എ യങ് മാൻ, ആ ബെഡിൽ ഒരു ചെറുപ്പക്കാരനായ ഒരാളുടെ ശരീരം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നുമുണ്ടായിരുന്നു. സോ അപ്പോൾ തന്നെ കാര്യം മനസ്സിലായി, അവിടെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിരിക്കുന്നത് ആ യങ് ആയിട്ടുള്ള ചെറുപ്പക്കാരനാണ് എന്നുള്ളത് മനസ്സിലായി. സോ ഓൺ ദ 11th paragraph, our doctor and the police constable, they started to walk from their home to the place actually the incident took place. Then they just walked in a silence and finally they reached on that place. And the agitated landlady, she showed a bare room, a single room for the police and our doctor. Actually, when they reached on there, our doctor got the smells of illuminating gas, and he thought that some kind of incidents, like the person tried to commit a suicide through that gas. So they reached on that attic and found that a narrow bed and a young man was laying on that bed. 11th പാരഗ്രാഫിൽ പറയുന്നത്, മഞ്ഞ് വീഴുന്ന രാത്രി ആയതുകൊണ്ട് തന്നെ അവർ നടക്കുന്ന ആ ഒരു ഫുഡ് സ്റ്റെപ്പിന് പോലും, ആ കാലൊച്ചകൾ പോലും കേൾക്കാനുണ്ടായിരുന്നില്ല. നിശബ്ദമായിട്ടാണ് അവർ നടന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെ നടന്ന് അവർ എത്തിച്ചേരുന്നത് ഒരു പഴയ ബിൽഡിങ്ങിലാണ്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ആ വീടിൻ്റെ ഉടമസ്ഥയായിരുന്ന സ്ത്രീ അവരെ നേരെ കൊണ്ടുപോയത് വളരെ ഇടുങ്ങിയ ഒരു മുറിയിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്ന് എത്തിയപ്പോൾ തന്നെ ഡോക്ടറുടെ മൂക്കിലേക്ക് അവിടെ ആത്മഹത്യക്ക് ശ്രമിച്ചത് ഒരു ഗ്യാസ് കൊണ്ടാണ് എന്നുള്ള ഒരു തെളിവ് പോലെ അവിടെ ഗ്യാസിൻ്റെ രൂക്ഷമായിട്ടുള്ള ഗന്ധം അവിടെ ഉണ്ടായിരുന്നു. സോ ആ രൂക്ഷമായിട്ടുള്ള ഗന്ധം അടിച്ചുകൊണ്ട് തന്നെ അവർ ആ റൂമിലേക്ക് പോയി. ആ റൂമിൽ ചെന്നപ്പോഴോ റൂമിൽ പ്രത്യേകിച്ച് ഫർണിച്ചറുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പകരം വളരെ ചെറുതായ ഒരു ഇടുങ്ങിയ ഒരു ബെഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ബെഡിലാണെങ്കിൽ ഒരു ചെറുപ്പക്കാരനിങ്ങനെ കിടക്കുന്ന കാഴ്ചയാണ് അവരവിടെ പോയപ്പോൾ കണ്ടത്. ഓൾദോ അപ്പാരൻ്റ്ലി ലൈഫ്ലെസ്, കാഴ്ചയിൽ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ജീവനില്ലാത്തതുപോലെ ആയിരുന്നു ആ ചെറുപ്പക്കാരൻ കിടന്നിരുന്നത്. There remained the barest chance that the youth was not quite beyond recall. അപ്പോൾ ചെറിയൊരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ചെറിയൊരു ചാൻസ് ഉണ്ട് എന്ന് ഡോക്ടർ മനസ്സിലാക്കി. വിത്ത് ദ സർജൻസ് ഹെൽപ്പ്, ആ പോലീസുകാരൻ്റെ സഹായത്തോടു കൂടി ഐ ബിഗാൻ ദ വർക്ക് ഓഫ് റിസസിറ്റേഷൻ. അങ്ങനെ ആ പോലീസുകാരൻ്റെ സഹായത്തോടു കൂടി ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ, അല്ലെങ്കിൽ ജീവൻ തിരിച്ചു പിടിക്കാനുള്ള ജോലികൾ ഞാൻ തുടങ്ങി. ഡോക്ടർ അങ്ങനെ ആ ഒരു റിസസിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിങ്ങിങ് ബാക്ക് ദ ലൈഫ്, ആ ജീവിതം തിരിച്ചു പിടിക്കാൻ, ജീവൻ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളെയാണ് റിസസിറ്റേഷൻ എന്ന് പറയുന്നത്.
ഫോർ ആൻ എൻറ്റയർ അവർ വി ലേബേർഡ് വിത്തൗട്ട് സക്സസ്. ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ ഒരു വിജയം കാണാതെ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. Despite our most strenuous exertion, it appeared useless. അങ്ങനെ ഞങ്ങളുടെ ആ ഒരു ശക്തി അല്ലെങ്കിൽ എനർജി മൊത്തം എടുത്തുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടും അതൊരു യൂസ്ലെസ് ആയിരുന്നു, അല്ലെങ്കിൽ അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരുന്നില്ല. സ്ട്രെനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ട്രെനസ് എന്ന് പറഞ്ഞാൽ വളരെ അധ്വാനം വേണ്ടി വരുന്ന ജോലികളെയാണ് സ്ട്രെനസ് എന്ന് വാക്കുകൊണ്ട് പറയുന്നത്. ദെൻ ആസ് വി വേ എബൌട്ട് ടു ഗിവ് അപ്പ്, അങ്ങനെ അവസാനം ഓക്കെ ഉപേക്ഷിക്കാമെന്ന് തീരുമാനിച്ചു. ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയ സമയത്ത് കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്, ഞങ്ങളാണെങ്കിൽ പൂർണ്ണമായിട്ടും തളർന്നിട്ടുമുണ്ടായിരുന്നു. ദേ ബ്രോക്ക് ഫ്രം എ പേഷ്യൻ്റ് ഷാലോ, പെട്ടെന്നാണ് ആ രോഗിയിൽ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരിൽ നിന്ന് കൺവൾസീവ് ഗ്യാസ്, പെട്ടെന്ന് ശരീരമൊക്കെ വലിഞ്ഞു മുറുകി, ആ മസിലുകളൊക്കെ വലിഞ്ഞു മുറുകിക്കൊണ്ട് ഒരു കിതപ്പ് അല്ലെങ്കിൽ ചെറിയൊരു ശ്വാസോച്ഛ്വാസം ഞാൻ കേട്ടത്. ഹാഫ് ആൻ അവർ ഓഫ് റീഡബിൾഡ് എഫേർട്സ്, വീണ്ടും ഒരു അരമണിക്കൂർ അതുവരെ എടുത്ത പണിയുടെ ഇരട്ടി പണിയെടുത്തു. ആൻഡ് വി ഹാഡ് ദ യൂത്ത് സിറ്റിംഗ് അപ്പ്, അങ്ങനെ ആ ചെറുപ്പക്കാരനെ ഒന്ന് എഴുന്നേറ്റിരിപ്പിക്കാൻ കഴിഞ്ഞു. ഗേസിങ് അറ്റ് ആസ് ഡേസഡ്ലി, അപ്പോൾ ഒരു ഷോക്കോടുകൂടി, ഞെട്ടലോടുകൂടി ആ ചെറുപ്പക്കാരൻ ഞങ്ങളെ ഇങ്ങനെ തുറിച്ചു നോക്കി. സ്ലോലി ഹി സീം ടു ബി റിയലൈസിങ് ദ ഹൊറർ ഓഫ് ഹിസ് സിറ്റുവേഷൻ. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി, ആ ചെറുപ്പക്കാരൻ പതുക്കെ അയാളുടെ ആ ചുറ്റും നടന്ന അല്ലെങ്കിൽ ആ പേടിപ്പെടുത്തുന്ന സിറ്റുവേഷൻ അയാൾ മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വബോധത്തിലേക്ക് വരികയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. So in this paragraph, actually how the doctor and the policeman worked for bringing back the person's life. And the doctor was saying that when they reached over there, the young man looks like a dead man. But they just took and they just had given full effort, and they started to take back his life into their hands. But they worked a lot, but they couldn't find any success on that work. But after finally they decided to give up. But suddenly our doctor found that a small kind of a breathtaking moment from that patient. Suddenly what he done, our doctor and the policeman, again they started to work for that life, and finally they succeeded, and the person just sat, and he just started to becoming in a conscious mind. ഈ 12ാമത്തെ പാരഗ്രാഫിൽ നമ്മളുടെ നരേറ്ററും അതുപോലെ തന്നെ ആ പോലീസുകാരനും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. റിസസിറ്റേഷൻ എന്ന് പറയുന്നൊരു വാക്ക് പറയുന്നുണ്ട്, ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, അതുമല്ലെങ്കിൽ അബോധാവസ്ഥയിൽ നിന്ന് ബോധാവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ അവർ ചെന്നപ്പോൾ കണ്ട കാഴ്ച, ആ ചെറുപ്പക്കാരൻ ഒരു മരിച്ച ഒരു വ്യക്തിയെ പോലെ കിടക്കുന്നതാണ്. സോ അവരുടെ ആ ഒരു എഫേർട്ടിൻ്റെ ഭാഗമായി ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും, ആ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ശേഷം ആ ചെറുപ്പക്കാരൻ ആദ്യം എല്ലാവരെയും ഒന്ന് തുറിച്ചു നോക്കിയിരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം തൻ്റെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു കോൺഷ്യസ് മൈൻഡിലേക്ക്, ആ ബോധാവസ്ഥയിലേക്ക് അവൻ പതിയെ വരുന്ന കാഴ്ച കൂടി ഈ പാരഗ്രാഫിൽ നരേറ്റർ നമ്മളുടെ മുന്നിലേക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ ഈ കഴിഞ്ഞ പാരഗ്രാഫിലും ഈ പാരഗ്രാഫിലൂടെ തന്നെ നമുക്ക് വ്യക്തമാണ്, ആ ആത്മഹത്യക്ക് ശ്രമിച്ച വ്യക്തി എന്ന് പറയുന്നത് മിസ്റ്റർ ജോൺ എസ് ആണ്, അല്ലെങ്കിൽ ആ യാത്രക്കിടയിൽ കണ്ടുമുട്ടിയ ആ വ്യക്തിയായിരുന്നു ഈ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്ന ഒരു കൺക്ലൂഷൻ നമുക്ക് ഈ 2 പാരഗ്രാഫിൽ നിന്നും മനസ്സിലാക്കാനും കഴിയും. Dear students, I hope you guys understood today's topic. Actually, we took almost 5 paragraphs on today's class, and it is very easy to understand, and I just explained those things in both Malayalam and English. If you have any doubts, you can clarify with me. Dear students, I hope that you guys understood whatever the things we just explained in the last class, like in the period of time.